മനുഷ്യനെ പറ്റി എന്താ പറയുക, നമുക്ക് ഈ പറയുന്ന പോലെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിടപറച്ചിലായിരുന്നു. അതിലേറെ നമ്മൾ അന്തം വിട്ടു പോയത് ഈ പറയുന്നത് കേരളത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള കെ കരുണാകരൻ സാറും കെ നാരായണൻ സാറും മരിച്ചപ്പോഴാണ് ഇത്രയും ആൾക്കാർ കാണാൻ വേണ്ടി റോഡ് സൈഡിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇത്ര ആൾ കൂടുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഇങ്ങനൊരു നടൻ മരിച്ചതിന് ശേഷം ഇത്ര ആൾ കൂടുക, അല്ലെങ്കിൽ നമ്മളെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലുള്ള എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നു എന്നറിയില്ല. അപ്പോൾ നമുക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റില്ല മണിച്ചേട്ടൻ്റെ ഒരു മരണത്തെക്കുറിച്ച് പറയുമ്പോൾ. കാരണം എന്താ പറയുക, അത്രയ്ക്ക് ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു. അതെ, മലയാള സിനിമയിൽ മണിച്ചേട്ടൻ ഇല്ലാതിരുന്ന ഒരു സ്പേസ് മണിച്ചേട്ടൻ തന്നെ മണിച്ചേട്ടനായിട്ട് ഉണ്ടാക്കിയെടുത്ത്. മണിച്ചേട്ടന്റെ ചിരിയും തമാശകളും പാരഡികളും നാടൻ പാട്ടുകളും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കലാകാരനാണ്. അതെ അതെ അതെ. അല്ല, ഞാൻ മണിച്ചേട്ടൻ്റെ ശരിക്കും വരവും പിന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ചയെല്ലാം നമ്മൾ നേരിട്ട് കണ്ട ഒരാളാണ്. അത് പറയാൻ കാര്യം വെച്ചാൽ നമ്മൾ കലാഭവനിൽ ചെല്ലുന്ന ഒരു സമയത്ത് ഇദ്ദേഹം ഇവിടുന്ന് ഇറങ്ങി പോവുകയാണ്. അതായത് അന്നത്തെ ദിവസമാണ് ഇറങ്ങിപ്പോകുന്നത്. അവിടെ ഇറങ്ങിപ്പോകുന്നത് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞു വിടുകയാണ് കലാഭവനെന്ന്. കാരണം എന്തോ മണിച്ചേട്ടൻ ഇവിടെ പറയാതെ വേറെ എന്തോ ട്രിപ്പിനെന്തോ പോയി, അതിൻ്റെ ഒരു പ്രശ്നത്തിൽ പിന്നെ കുറച്ച് പാരകളൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ മണിച്ചേട്ടനെ പറഞ്ഞു. അപ്പോൾ ആബലച്ചന്ദ്രനെ പറഞ്ഞു, ഇനി മണി പൊക്കും, മണി ഇവിടുന്ന് പോകുന്നത് മണി രക്ഷപ്പെടാൻ വേണ്ടി ആയിരിക്കുമെന്ന് പറഞ്ഞാണ് മണിച്ചേട്ടനെ ഇറക്കി വിടുന്നത്. മണിച്ചേട്ടൻ പോയി ഒരു വർഷത്തിനകം അപ്പം എന്തോ സീരിയലൊക്കെ മണിച്ചേട്ടൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലിക്കായി. ആ ഒരു വർഷത്തിനകം സല്ലാവെന്ന് പറഞ്ഞ് പടം ഇറങ്ങി. ആ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷമായി കാണും, കലാഭവൻ്റെ 25ാം വർഷം ആഘോഷിക്കാൻ വേണ്ടി സ്റ്റാറായിട്ടാണ് മണിച്ചേട്ടൻ തിരിച്ചു വന്നിറങ്ങുന്നത്. അപ്പോൾ ഇതും നമ്മൾ കാണുകയാണ്, ഇറങ്ങിപ്പോകുന്ന കണ്ടു സ്റ്റാറായിട്ട് കയറി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമുണ്ട്. നേരെ ആബലസിനെ കെട്ടിപ്പിടിക്കുക. അപ്പോൾ പെട്ടെന്ന് അപ്പം അന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞത് കറക്റ്റായി, മണിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പോക്കെന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ആഗ്രഹിച്ചു മണിച്ചേനോട് ട്രിപ്പ് പോകണമെന്ന്. അതുപോലെ തന്നെ മണിച്ചേനോട് പല ട്രിപ്പുകൾ പോകാൻ പറ്റി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കരമായൊരു വളർച്ച നമ്മൾ ആസ്വദിച്ചതാണ്.